ഇന്ന് തിങ്കളാണ്, ദീപാവലി ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് മദ്രസൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ 7 മണിക്ക് എണീറ്റു. പേരാണ് സമയം. മദ്രസയിൽ പരീക്ഷയാണ്. അപ്പം പഠിക്കണം. എനിക്കിത് വേറെ വീട്ടിലേക്ക് പോകാം. പഠിച്ച് എനിക്ക് വിശപ്പ് വന്നു ഫ്രണ്ട്സ്. ഒക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ചായ കുടിക്കാം. ചായക്ക് പൂവടയാണ് ഫ്രണ്ട്സ്. കടി ഞാൻ കാണിച്ചത് ഫ്രണ്ട്സ്. ഞങ്ങളെ പൂവട ഫ്രണ്ട്സ്. പൂവടയും ചായയാണ് കടി. നമുക്ക് ഞാൻ ചായ അടിച്ചിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് വെച്ച് ചോറ് പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. ഞാൻ അത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. നമ്മൾ ചോറ് അടുപ്പത്തിട്ടു. ഇവിടെ പയറ് വേവിച്ച് നമ്മളെ രാഘു അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മീൻ വാങ്ങാൻ വന്നതാണ്. ഞങ്ങൾ ഇന്നലത്തെ പാടത്തെ വിശേഷം കണ്ടു വിചാരിക്കുന്നു. മീന് വാങ്ങണേ. ചെറിയ മത്തിയാണ് പോലും ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ കുളിച്ച് വന്നു. ഇനി എനിക്ക് പർത്തി മഫ്തൊക്കെ ഇട്ടുണ്ട്. മദ്രസയിലേക്ക് പോകണം. ഞാനത് പർത്തി മഫ്തി ഇടട്ടെ ഫ്രണ്ട്സ്. ഞാൻ പർത്തി ഇട്ടു. ഇനി എനിക്ക് മഫ്ത് ഇടണം. അത് മുടി കെട്ടട്ടെ. ഞാൻ മൊഫ്തിട്ടിട്ട് വരാം ഫ്രണ്ട്സ്. ഞാൻ എന്താ മൊഫ്തിട്ടു. ഞാൻ ബാഗ് എടുത്തിട്ട് മദ്രസക്ക് പോവാണ്. അപ്പോൾ ഇത് മദ്രസ ഇട്ടിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഞാൻ മദ്രസയിലേക്ക് പോവാണ്. അപ്പോൾ ഇനി മദ്രസ ഇട്ടുകൊണ്ട് കാരണം 11:30 ആവും ഞാൻ വരണമെങ്കിൽ. ഇപ്പോൾ സമയം ഫ്രണ്ട്സ് ഇപ്പോൾ 8:40 ആവാനായി. ഞാൻ പോവാണ്. മദ്രസ ഇട്ടുകൊണ്ട് കാണാം. അങ്ങനെ ഓള് മദ്രസ പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്താണ് എന്നോട് പറഞ്ഞത് നാളെ സ്കൂളിലെല്ലാം വെച്ച് പൊതിച്ചോറുണ്ടാക്കി തരുമോയെന്ന്. അപ്പം കുട്ടികളെ ഒരാഗ്രഹങ്ങൾ പറയണതല്ലേ, അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ പയറ് ഉപ്പേരി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വെണ്ടക്ക അതാ പൊരിക്കാൻ വെച്ചാണ് കേട്ടോ. വെണ്ടക്ക ഉപ്പേരി വെച്ചാലും അവൾക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ പൊരിച്ചു കൊടുക്കലാണ്. അതാകുമ്പോൾ നല്ലോണം തിന്നും. പിന്നെ മുട്ട പൊരിച്ച് വെച്ചു. മുട്ട പൊരിച്ച ചട്ടിയിൽ തന്നെ മീനും പൊരിച്ചാൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചമ്മന്തിയും കൂടി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും ആയി. ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളൂ. എന്നാലും ഉള്ളത് വെച്ചുകൊണ്ട് കുട്ടികൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനെ ഒരുപാട് ഐറ്റംസൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കുട്ടികളെ ഒരാഗ്രഹം പറയുമ്പം അത് ചെയ്ത് കൊടുക്കുക എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇതാ ചമ്മന്തി, അച്ചാറ്, മുട്ട, മീൻ പൊരിച്ചത്, വെണ്ടക്ക പൊരിച്ചത് ഒക്കെ ആക്കിയാണ്ട് ഇനിയിപ്പോൾ പൊതിയൊക്കെ ആക്കിയാണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓലാഗ്രഹം പോലെ ഒക്കെ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ലാസ്റ്റ് നമുക്ക് തൈരും കൂടെ, തൈരല്ല മോരാണ്. അപ്പോൾ മോരങ്ങനെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തൈര് ഉണ്ടെങ്കിൽ ഒരു പാക്ക്. അപ്പോൾ അതുകൊണ്ട് മോരാക്കിൻ്റെ അടുത്ത് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കണ്ടിട്ടോ. അപ്പോൾ ഗേസ് നമ്മൾ മോളൊക്കെ മദ്രസ വിട്ട് വന്ന് ഓളൊക്കെ ചായ അടിച്ചു. പിന്നെ ഞങ്ങളിവിടെ 10 മണിക്കഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വിളിച്ച് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് ഫൈവന പറഞ്ഞൊരു ഐഡിയക്കാണ് വിടുന്നത്. വെറുതെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ കളികളും ഒക്കെ നിങ്ങൾക്ക് ഈ ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചു. അപ്പോൾ ആ റീച്ച് ഇവിടെ നമ്മളെടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കണം നോക്കിയൊക്കെ ഇത്രക്കാണ്. പിന്നെ ഇത് എൻ്റെ അനിയനാണത്. പിന്നെ ഞങ്ങളെ ഇന്നലത്തെ പാടത്തെ വിശേഷങ്ങൾ കണ്ടുവന്ന് കരുതുന്നു.
ഞങ്ങളൊരു ഡാൻസ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓൾറെഡി 1 2 3 കുട്ടി അടിക്ക് കുട്ടി ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പൊതിച്ചോറ് ഞങ്ങൾ കുറച്ച് എന്താ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് സുർമിക്കുട്ടിയായിട്ട് ഉള്ളൊരു കുട്ടീനെ കുറിച്ച്. അപ്പോൾ ഓളെ പൊതിച്ചോറ് തിന്നാൻ ഞങ്ങൾ വിളിക്കുകയാണ്. നമുക്കോളെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ കേസ് ഞങ്ങൾ വീടെത്തി. ഓക്കെ, അപ്പം ഞങ്ങൾ ഓളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓളെ വിളിക്കാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ പതുക്കെ പോയി പറയാം. ഓളെ വിളിച്ചിട്ട് കേൾക്കണില്ല. അപ്പോൾ നമ്മൾ ഓളെ ഒന്നുകൂടി വിളിക്കാൻ പോട്ടാ. ഞങ്ങൾ മോളെ സുർമി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓളെ മെച്ചോട് ചോദിക്കണം ഓളെ എപ്പോഴാണ് വരിക, ഓളെ എങ്ങോട്ട് പോയത്. കാരണം നമ്മൾ ഓൾക്ക് അത്രയും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഓളില്ലെങ്കിൽ ആളുകൾക്ക് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. ഞങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഓരോ വിളിക്കും, നോമ്പിനൊക്കെ ഓരോ വിളിക്കും. ഓരുണ്ടാക്കണം എന്താ അത് ഞങ്ങൾ തന്നെ വിളിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ബന്ധം അല്ലേ. സോൾ അവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ എവിടെയൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോറ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പോൾ കേസോള് പാടത്തേക്ക് പോയിട്ടാണ്. ഓള് കുറച്ച് കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോറ് തിന്നും. ഇപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പം വീട് ഗൈസ് നമ്മളോളെ ഇപ്പാക്കൊക്കെ വിളിച്ചു. അപ്പോൾ അവർ കുറച്ച് തിരക്കിലാണ്. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ വേഗം വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചോദിച്ചു വേഗം വരും. വേഗം വരുമോ ചോദിച്ചാൽ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓള് വരുന്ന വരെ ഞങ്ങൾ കാത്തിക്കും. ഓള് വന്നിട്ട് ഞങ്ങൾ എന്തായാലും ചോറ് തിന്നുള്ളൂ. ഒപ്പം ഞങ്ങൾ ചോറ് ഞങ്ങൾ കുറേ ദിവസമായി ഒപ്പൊക്കെ ചോറുന്നിട്ടില്ലേ മോള്. ഇതാ ഒരാൾ ഇവിടെ ഇരിക്കണം, വിട്ടുപോയിരിക്കണം. പെണ്ണുങ്ങളെ അടിയിൽ ഇരിക്കണില്ലാന്ന് കണ്ട്. അങ്ങനെ ഇന്ന് അവർ ഹാപ്പി ആയി കേട്ടോ. ഓല് ഹാപ്പി ആയി കാണുമ്പോൾ തന്നെ നമുക്കും ഹാപ്പി അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ നേരത്തെ പൊതിച്ചോറ് തിന്നു. അപ്പോൾ ഞങ്ങൾ 2 മണി വരെ ഇപ്പോളെ കാത്തുനിന്നിട്ട് 2 മണി വരെ ഓളെ കാത്തുനിന്നിട്ട് ഓള് ഇപ്പോഴാണ് വരുന്നത്. 2:45 ഇപ്പം സമയം. ഇപ്പോഴാണ് ഓള് ചോറ് തിന്നത്. കണ്ടോ, ഞങ്ങൾ അത്രയും കാത്തുനിന്നിട്ട് ഇപ്പം എത്ര സമയം 2:45 അല്ലേ. 2:50 ആവാനായി. അത്രയും നേരം ഞങ്ങളവളെ കാത്തു നിന്നിട്ട് ഇവളെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിയാനായിട്ടില്ല അവള് വരുന്നേ. മെല്ലെ നിന്നാ മതി. അപ്പോൾ ഗൈസ് നമ്മുടെ ഡേ മൈ ലൈഫ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെറിയ ഡേ മൈ ലൈഫ് ആവും. ഇനി ഞങ്ങൾ കുറേ വീഡിയോസും കൊണ്ട് വരും. ഞങ്ങൾ ചലഞ്ച് ആവട്ടെ, എക്സ്പെരിമെൻ്റ് ആവട്ടെ. ഇനി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഞങ്ങളൊരു ഷോർട്ട് ഇന്ന് അഭിനയിച്ചു. അപ്പം അത് വൈകാതെ അപ്ലോഡ് ആക്കും. പിന്നെ സ്കൂളുള്ളതുകൊണ്ട് അത്രക്ക് വീഡിയോ വരാനില്ല. ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്നും വീഡിയോ ഇടണമെന്ന്. അപ്പം എന്നും ഞങ്ങളെ വീഡിയോ ഉണ്ടാവും. എല്ലാവരും സന്തോഷത്തോടെ ഞങ്ങളെ ചാനലിൽ കയറി കാണാം. ഞങ്ങൾ ഷോർട്ട് വിടുന്നുണ്ട്. അത് ഞങ്ങൾ ചെറിയൊരു ഷോർട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സുർമ അവിടെ ചേർന്നാണ്. ഞങ്ങൾ അവിടത്തേക്ക് പോട്ടെ. അപ്പോൾ ബൈ.